ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഈ വിജയം നമ്മളെ സംബന്ധിച്ച് ഒരു പരിവർത്തനത്തിൻ്റെ, ഉയർച്ചയുടെ, മാറ്റത്തിൻ്റെ വിജയമാണ്. ഏതു മനസ്സിനും ഉയരാനും തളരാനും തകരാനും സാധിക്കും. ഒരു മനസ്സും ദുർബലവുമല്ല, അത് ധീരവുമല്ല. ധീരത എന്ന് പറയുന്നത് ഒരു പക്ഷേ പിന്നീട് ദുർബലതയായി കാണാം നമുക്ക്. അതായത് അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുന്ന സമയത്ത് ധീരനായിട്ടാണ് വന്നിരുന്നത്. അതല്ലേ സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയ എന്നൊക്കെ അർജുനൻ കൃഷ്ണനോട് വളരെ വില്ലാളി വീരനെ പോലെ ഗർജിച്ചത്. എന്നാൽ അതേ അർജുനൻ എന്നനെ രഥോപസ്ഥ ഉപവിശത്ത് ദുർബലനായി തളർന്നു. അപ്പോൾ ഒരു ധീരം എന്ന് തോന്നുന്ന മനസ്സിൻ്റെ അകത്ത് ദുർബലത എന്നൊരവസ്ഥയുണ്ട്. അതുപോലെ ദുർബലത എന്ന് തോന്നുന്നൊരു മനസ്സിൽ ധീരതയുണ്ട്. അല്ലെങ്കിൽ ഒരു രത്നാകരൻ വാത്മീകിയാവില്ലല്ലോ. അപ്പോൾ ശരിക്കുള്ള ധീരത എന്താണ്? ശരിക്കുള്ള സ്ട്രെങ്ത് എന്താണ്? ഇത് നമുക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. അച്ഛനമ്മമാർ തെറ്റിദ്ധരിക്കും, സ്കൂൾ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, ജീവിത സാഹചര്യങ്ങൾ കുറേ നല്ലതായതുകൊണ്ട് കുട്ടി വളരെ സ്ട്രോങ് ആണെന്ന്. പക്ഷെ പ്രതിസന്ധികൾ വരുമ്പോൾ അവിടെ തളർന്നു പോകുന്നുവെങ്കിൽ, സ്കൂൾ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലെല്ലാം നല്ല സാഹചര്യം, ചുറ്റുപാട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അച്ഛനമ്മമാർ കരുതും കുട്ടികൾ വളരെ ധീരരാണെന്ന്. പക്ഷെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവരെ അഭിമുഖീകരിക്കുമ്പോഴാണ് മനസ്സിൻ്റെ ദുർബലത പപ്പടം പോലെ പൊടിയുന്നത് മനസ്സ്. പല കുട്ടികളും ആത്മഹത്യയിലേക്ക് പോലും പോകുന്നത് പല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കാൻ പറ്റാതെ വരുമ്പോഴാണ്. അവരുടെ മുന്നിൽ പല വെല്ലുവിളികളുണ്ട്, പല പ്രശ്നങ്ങളുണ്ടെന്ന് ഇന്നത്തെ സമൂഹം പലപ്പോഴും തിരിച്ചറിയുന്നില്ല. നമ്മുടെ കുട്ടികളെ ഇന്ന് വളർത്തുമ്പോൾ ഏറെ അച്ഛനമ്മമാർ ശ്രദ്ധ വയ്ക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മൊബൈലിൽ അഡിക്ഷൻ വന്നൊരു കാലഘട്ടമാണ്. ഈ മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ മൊബൈലിൽ ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട് ഇന്ന് എന്തൊക്കെയാണ് ഇവർ കാണുന്നത്, എന്തൊക്കെയാണ് ഇവരുടെ തലയിൽ കയറുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഫ്രസ്ട്രേഷനും ഏതൊക്കെ തരത്തിലുള്ള പൊല്യൂഷനാണ്, അല്ലെങ്കിൽ ലസ്റ്റും ഗ്രീഡും തുടങ്ങിയിട്ടുള്ള എന്തൊക്കെ മാനസിക പ്രശ്നങ്ങളാണ് ഇവർ അലട്ടുന്നത് നമുക്കറിയില്ല. ഇതെല്ലാം ഒരുപക്ഷെ ഇരകളാകുന്നത് കുട്ടികളായിരിക്കും. അതാണ് കുട്ടികളോടുള്ള അതിക്രമം ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ വേൾഡിൽ എപ്പോഴും കൂടി വരുന്നത്. അതിന് നമ്മുടെ കുട്ടികളെ ഇന്ന് തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. പാരൻസ് വെറും വിദ്യാഭ്യാസം കൊണ്ട് കുട്ടികളെ നന്നാക്കാൻ പോകരുത്. വിദ്യാഭ്യാസം എന്നത് ബുദ്ധിപരമായ ഒരു വികാസമാണ്. മാനസികമായ വികാസം അതുകൊണ്ട് വരില്ല. ബുദ്ധിക്കൊപ്പം മനസ്സ് വികസിക്കണമെങ്കിൽ അവർക്ക് ചില പ്രാക്ടീസുകൾ വേണം. അപ്പം മനോബലം എന്ന് പറയുന്നത് വെറും വിദ്യാഭ്യാസമല്ല, നല്ല സാഹചര്യമല്ല, പ്രതികൂലത വരാം. ഇപ്പം മനോബലം എന്ന് പറയുന്നത് എന്താണ്? നിരന്തരമായ പ്രാക്ടീസാണ്. അപ്പോൾ എന്ത് പ്രാക്ടീസാണ്? അതൊക്കെ നമുക്ക് കൂടുതൽ നോക്കാം. ഏതായാലും ഇവിടെ അർജുനന് ഈ കാര്യം കൃഷ്ണൻ വ്യക്തമാക്കി കൊടുക്കുന്ന ചില ശ്ലോകങ്ങൾ അതിഗംഭീരമാണ്. ആധുനിക സൈക്കോളജി പോലും കൈകൊപ്പി കൃഷ്ണനെ നമിച്ചു പോകുന്ന അറിവിൻ്റെ അത്ര സർവശ്രേഷ്ഠമായ ശ്ലോകങ്ങൾ. ഞാനിതൊക്കെ വായിച്ചപ്പോൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ ഇന്നത്തെ വിദ്യാഭ്യാസം വളരെ കണ്ട് വളർന്നവരാണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് യൂണിവേഴ്സിറ്റികളുണ്ട്, ലൈബ്രറികളുണ്ട്, എന്തെല്ലാം സൗകര്യങ്ങൾ. ഇന്നാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്ത മാറ്റേഴ്സ് ഇല്ല. വിക്കിപീഡിയയിലോ എവിടെയാണോ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടാനുള്ളത് ഇഷ്ടംമാതിരി. പക്ഷേ ഇതൊന്നുമില്ലാത്ത കാലത്ത്, നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ ABCD പോലും ഈ ലോകത്തിൽ വേണ്ട രീതിയിൽ വികസിക്കാത്ത കാലത്ത് എഴുതി വച്ച ഈ ഗ്രന്ഥത്തിലുള്ള അറിവ് നോക്കുമ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പോലും തലകുനിച്ചു പോകും. അത്ര ഗംഭീരം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ എത്തി നിൽക്കുന്നത് ഗീതയിലെ 3-ാം അധ്യായത്തിലെ 40-ാം ശ്ലോകത്തിലാണ്.
അർജുനൻ്റെ ഒരു ചോദ്യം, അതിൽ നിന്നാണ് ഈ ശ്ലോകങ്ങളൊക്കെ വന്നത്. ഏതൊരു പ്രബലമായ ശക്തിയാണ്, ചിന്തകളാണ്, വികാരങ്ങളാണ് മനസ്സിനെ ദുർബലമാകാൻ പ്രേരിപ്പിക്കുന്നത്? ഒരാളുടെ മനസ്സ് ദുർബലമാകുന്നതിന് കാരണമാകുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? അപ്പോൾ അതിന് കൃഷ്ണൻ പറഞ്ഞു, കാമയേഷ ക്രോധയേഷ. അപ്പോൾ കാമവും ക്രോധവും ഒക്കെ നമ്മൾ വിശദമായിട്ട് പറയണ്ടായി. അതായത് നമ്മുടെ ആലസ്യത്തിലുള്ളൊരു സുഖം, അതുപോലെ തന്നെ നമ്മുടെ ഉള്ള സുഖങ്ങളിലൊക്കെ നമ്മൾ രമിക്കുന്നതോടൊപ്പം നാളെ എവിടെയോ സുഖം കിട്ടുമെന്നുള്ള തെറ്റായ ചില തോന്നലുകൾ, അതൊക്കെ നമുക്ക് കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഉള്ളത് നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരുമ്പോൾ, പല കണക്കുകൂട്ടലുകളിൽ ജീവിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ ദേഷ്യം, പൊട്ടിത്തെറിക്കൽ, പല പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തുലിതാവസ്ഥ, സമചിത്തത നഷ്ടപ്പെടുത്തി പിന്നീട് വലിയ കുറ്റബോധത്തിലേക്കും വിഷമത്തിലേക്കും, അത് ആത്മഹത്യയിലേക്ക് വരെ നമ്മളെ പ്രേരിപ്പിച്ചേക്കാം. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനൊക്കെ നമ്മൾ പ്രേരിപ്പിച്ചേക്കാം. അതുകൊണ്ട് ജീവിതം തകരാതിരിക്കണം, ജീവിതം തളരാതിരിക്കണം. അതിനെന്താണ് വേണ്ടത്? ഇനിയുള്ള ശ്ലോകം അതിഗംഭീരമാണ്. 40-ാം ശ്ലോകം. ഇന്ദ്രിയാണി മനോബുദ്ധി യസ്യാധിഷ്ഠാനമുച്യതേ ഏതൈ വിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ഒന്നുകൂടി ചൊല്ലാം. ഇത് നിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളേണ്ടതാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുള്ള രക്ഷിതാക്കൾ ഈ ശ്ലോകം വളരെയധികം ആത്മാർത്ഥതയോടെ ഉൾക്കൊണ്ടാൽ നാളെ കുട്ടികളുടെ പേരിൽ നിങ്ങൾക്ക് കണ്ണീര് കുടിക്കേണ്ടി വരില്ല. അത്ര ദീർഘവീക്ഷണത്തോടുകൂടി പറഞ്ഞിട്ടുള്ള ശ്ലോകമാണിത്. ഇന്ദ്രിയാണി മനോബുദ്ധി യസ്യാധിഷ്ഠാനമുച്യതേ ഏതൈ വിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ഇന്ദ്രിയാണി മനോബുദ്ധി. ഇന്ദ്രിയാണി, മന, ബുദ്ധി. മനുഷ്യൻ്റെ ഒരു തകർച്ചയ്ക്കും ഇനി വളർച്ചയ്ക്കും കാരണമാകുന്ന 3 ശക്തി കേന്ദ്രങ്ങളാണ് ഇന്ദ്രിയാണി, മന, ബുദ്ധി. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ സെൻസ് ഓർഗൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരം സെൻസ് ഓർഗൻസാണ് ഉള്ളത്, ഇന്ദ്രിയങ്ങളാണ്. ഒന്ന് ജ്ഞാന ഇന്ദ്രിയങ്ങൾ, അതായത് പുറത്തുള്ള പല കാര്യങ്ങളും ഗ്രഹിച്ചെടുക്കാൻ നമുക്ക് സന്തോഷവും സുഖവും ഒക്കെ തരുന്ന, പ്ലഷർ തരുന്ന ഇന്ദ്രിയങ്ങൾ. അപ്പോൾ പുറത്തുള്ളതിനെ എങ്ങനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന, ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കുന്ന ഇന്ദ്രിയങ്ങൾ. അങ്ങനെ നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. അതേതൊക്കെയാണ്? ഒന്ന് നമ്മുടെ കണ്ണുകൾ, കണ്ട് സുഖം, കാഴ്ച. കാത്, കേട്ടുകൊണ്ടുള്ള സുഖം. സ്പർശം, ശരീരത്തിൻ്റെ സ്പർശ സുഖങ്ങൾ, ഇക്കിളിപ്പെടുത്തുന്ന സെൻസേഷൻ ഉണ്ടാക്കുന്ന സ്പർശങ്ങൾ. നല്ല ചൂടത്ത് നമ്മളിങ്ങനെ നടന്ന ഒരു തണലത്തൊക്കെ ഇരിക്കുമ്പോൾ ഒരു സുഖം, എ സിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലർക്കുണ്ടാകുന്ന ഒരു സുഖം, ഒരു കുളിര് തരുന്ന സുഖം, അത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നു. പിന്നീട് നമുക്ക് രസം, ഭക്ഷണത്തിലൂടെ കിട്ടുന്നത്, നാക്കിലൂടെ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ കാഴ്ച, കേൾവി, ത്വക്ക്, അതായത് ശരീര അവയവങ്ങളിലൂടെ കിട്ടുന്ന സുഖം. പിന്നീട് നമുക്ക് നാക്കിലൂടെ കിട്ടുന്ന സ്പർശസുഖം. അത് കഴിഞ്ഞ് 5-ാമത്തത് ഗന്ധം, മൂക്കിലൂടെ കിട്ടുന്ന ഒരു അനുഭവങ്ങൾ. ഇങ്ങനെ ശബ്ദസ്പർശ രൂപരസഗന്ധം എന്ന് പറയും. 5 ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അനുഭവത്തെയാണ് ശബ്ദസ്പർശ രൂപരസഗന്ധം. ഇതൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ഈ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അനുഭവങ്ങൾ അറിവായി മാറുന്നതിൻ്റെ ഒരു ഘടകം ഇന്ദ്രിയങ്ങളാണ്. അത് നമുക്ക് മനസ്സിലാവും. ഇനി ഈ വികാരങ്ങളൊക്കെ നമ്മളെ ഇക്കിളിപ്പെടുത്തുന്നത്, നമുക്ക് ആ ഒരു പ്ലഷർ തരുന്നത് മനസ്സിലാണ് കിട്ടുന്നത്. മനസ്സാണ് ഇന്ദ്രിയങ്ങളിലൂടെ ഇതൊക്കെ ആസ്വദിക്കുന്ന, അനുഭവിക്കുന്നത്. 3-ാമത്തത്, അങ്ങനെ മനസ്സതിൽ അലിഞ്ഞലിഞ്ഞ് ചേർന്ന് നമ്മുടെ ബുദ്ധി അതിലേക്ക് അങ്ങോട്ട് ചേരുമ്പോൾ
അത് വീണ്ടും വീണ്ടും ആവർത്തിക്കണമെന്ന ക്രൈവ് നമ്മുടെ ബുദ്ധിയിലുണ്ടാവും. അപ്പം ഇങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഈ 3 സ്ഥലത്താണ് യസ്യ അധിഷ്ഠാനമുച്യതേ, ഈ കാമക്രോധങ്ങളുടെ കേന്ദ്രം എന്ന് കൃഷ്ണൻ പറയാണ്. ഈ പറയുന്നത് വളരെ 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 ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മളിന്ന് ഒരു വലിയ ഡെവലപ്മെൻറ്റിൻ്റെ വേൾഡിൽ ന്യൂ ജെൻ എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ എത്തി നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇന്ദ്രിയാണി, മനസ്സ്, ബുദ്ധി, ഈ 3 എനർജികൾ, ഒന്ന് സെൻഷ്വൽ എനർജി, 2 ഇമോഷണൽ എനർജി മനസ്സ്, 3-മത്തത് അതിനുള്ള നമ്മുടെ അഡിക്ഷൻസ്, അതിലുള്ള ഒരു ടോട്ടൽ സ്ലേവറി, ടോട്ടൽ ഇൻവോൾവ്മെൻറ്റ്, അതൊരു ഇൻ്റലക്ച്വൽ അഡിക്ഷൻസ്. സെൻഷ്വൽ, ഇമോഷണൽ ആൻഡ് ഇൻ്റലക്ച്വൽ അഡിക്ഷൻസ്. ആദ്യത്തെ എനർജി ഇന്ദ്രിയങ്ങളിലാണ്. ഈ ഇന്ദ്രിയങ്ങളാണ് ആദ്യം നമ്മളെ പലതിലേക്കും പ്രോംപ്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വഴിതെറ്റി പോകുന്നതിന് കാരണം അവരുടെ കൂട്ടുകാർ വല്ലതൊക്കെ കാണിക്കും അവരെ. ഇപ്പോൾ വളരെയധികം കുട്ടികളെ സ്വാധീനിച്ച മൊബൈലാണ്. ഗെയിമുകളായിരിക്കും ഒരുപക്ഷെ തുടക്കത്തിലൊക്കെ. ആ ഗെയിമിൽ ക്രമേണ ഇൻട്രസ്റ്റ് കയറുന്നു ചിലർക്ക്. ആ സെൻഷ്വൽ എനർജി അതിലേക്ക് ഇൻവോൾവ് ചെയ്ത് ആ ഇമോഷണൽ എനർജി കൂടെ അതിൻ്റെ കൂടെ ചാനലൈസ് ചെയ്തു. അപ്പോൾ ഒരു ഇമോഷണൽ ആവശ്യമായി മാറി. പിന്നത് കഴിഞ്ഞ് അതിലേക്ക് അങ്ങോട്ട് സ്ലേവറി വരുമ്പോൾ ഒരു ഇൻ്റലക്ച്വൽ സ്ലേവറി, കുട്ടിക്ക് അതൊന്ന് ജന്മം മാറാൻ പറ്റില്ല. അങ്ങനെയാണ് പല കുട്ടികളും പലതിനും അടിമപ്പെടുന്നത്. അതുകൊണ്ട് കുട്ടികൾ മൊബൈലൊക്കെ എടുത്ത് കളിക്കുമ്പോൾ അച്ഛനമ്മമാർ വളരെ ശ്രദ്ധിക്കണം. കൂടുതൽ ഗെയിംസിലേക്ക് പോയിട്ടുണ്ടോ ആ കുട്ടിയുടെ ജീവിതം തകർന്നു. പിന്നെ ഒരു ഏജ് ആകുമ്പോൾ കുട്ടികൾക്ക് വേണ്ടാത്ത ചില ഭാഗങ്ങൾ കാണാം. കാരണം മനുഷ്യൻ്റെ ഉള്ളിലെ സെക്ഷൽ എനർജി ഉണരും ഒരു ഏജ് ആകുമ്പോൾ. അത് സ്വാഭാവികമായിട്ടും, കാരണം പ്രകൃതിയിൽ ആണും പെണ്ണും ഒരു അട്രാക്ഷൻ ഉണ്ടാവാൻ, ഒരു ജനറേഷൻ ഉണ്ടാക്കാനുണ്ടാവും. അതൊരു ബയോളജിക്കൽ നീഡാണ്. അത് പ്രകൃതിയാലുണ്ടാവുന്നതാണ്. പെൺകുട്ടികൾക്ക് പ്രായമാകുമ്പോൾ പീരീഡ് ആവും, ആൺകുട്ടികൾക്ക് അവരുടെ ശരീരത്തിൽ സെമൻ പ്രൊഡ്യൂസ് ചെയ്യും. അതൊക്കെ പ്രകൃതിയാലുണ്ടാവുന്ന, കാരണം അതൊരു ആൺകുട്ടി അച്ഛനാവുക, പെൺകുട്ടി അമ്മയാവുക എന്നൊക്കെയുള്ളൊരു പ്രക്രിയയുടെ ഭാഗം. പക്ഷേ ഒരു സൊസൈറ്റിയിൽ ആണിന് പെണ്ണിനോട് ക്രേവ് വന്നു കഴിഞ്ഞാൽ ആ ശരീരം ഒരു പ്ലഷർ ഉണ്ടാക്കും, ആ പ്ലഷർ തരുന്നുള്ള ഒരു സെൽഫിഷ് പ്ലഷറിലേക്ക് പോയാൽ ഈ വേണ്ടാത്ത സൈറ്റുകളോ വേണ്ടാത്ത വീഡിയോസൊക്കെ അവർ പോയി കാണും കുട്ടികൾ. അങ്ങനെയാണ് പല പെൺകുട്ടികളും ആൺകുട്ടികളും ഇത്തരം സെക്ഷൽ വയലൻസുകളിലേക്ക് അല്ലെങ്കിൽ സെക്ഷലായിട്ടുള്ള പല ക്രൈമിലേക്കും അവർ ഇൻവോൾവ് ആവുന്നത്. അതിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ പല കുട്ടികളെയും തിരിച്ചു കൊണ്ടുവരാൻ എളുപ്പമല്ല. എത്ര നിങ്ങൾ കൗൺസിലിംഗ് നടത്തിയാലും കൊണ്ടുവരാൻ പറ്റില്ല. പല പെൺകുട്ടികളും അങ്ങനെയാണ് ജീവിതം തകർന്നു പോകുന്നത്. ഈ ക്രേവിങ്സ് അവരുടെ ഉള്ളിൽ മറ്റു പലരും ഉണർത്തും. ഈ ക്രേവ് ഉണർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരും ഇതൊരു തീപിടുത്തം പോലെ, പെട്രോളിന് തീപിടിച്ച പോലെയാണ്. പിന്നെ മനസ്സിനകത്തുനിന്ന് വലിച്ചു കൊണ്ടുവരാൻ വളരെ പ്രയാസം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവരെ ഈ അഡിക്ഷനിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്ത് കടക്കാൻ വലിയ പ്രയാസമാണ്. അത് ഈ പ്രേമത്തിലൊക്കെ പെട്ടുപോകുന്ന കുട്ടികൾക്കുണ്ടല്ലോ, ആൺകുട്ടികൾക്ക് വേണേൽ ഒഴിവാക്കാം. കാരണം അവരെ സംബന്ധിച്ച് അവരെ കുറച്ചുകൂടിയും അവരുടെ മൈൻഡിൻ്റെ ഘടന വ്യത്യാസമുണ്ട്. ആൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഒരു പ്ലഷർ എന്ന് പറയുന്നത് കേവലം അവർക്കൊരു സെൽഫിഷ് പ്ലഷറാണ്, ഒരു ഫിസിക്കൽ പ്ലഷറാണ്. പെണ്ണിനെ സംബന്ധിച്ചതൊരു ഇമോഷണൽ പ്രഷറാണ്. പെണ്ണത് ഇമോഷണലി ഇൻവോൾവ് ചെയ്യും, വളരെ ഇമോഷണലി അതിൽ കുരുങ്ങിപ്പോവും. അപ്പം അതുകൊണ്ട് പെൺകുട്ടികളുള്ള അമ്മമാർ വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ കുട്ടിയെ ഇമോഷണലി ട്രാപ്പ് ചെയ്യാൻ പലർക്കും പറ്റും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണണം. അതെങ്ങനെയൊക്കെ നമുക്കൊന്ന് പുറത്ത് കിടക്കാം, പിന്നെ നോക്കാം. മൂന്നാമത്തതാണ് ഈ അഡിക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഇൻ്റലക്ച്വലി നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല. നമ്മളതിൻ്റെ സ്ലേവായി മാറി. അഡിക്ഷൻ വന്നു, പിന്നെ അച്ഛനോ അമ്മ ആര് പറഞ്ഞാലും അനുസരിക്കില്ല. തുടക്കത്തിൽ ഗെയിമാവും, പിന്നെ അത് സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പിന്നെ അത് ഡ്രിങ്ക്സ്, പിന്നെ പൊളിറ്റിക്സ്. ചിലവരാണെങ്കിൽ
ബ്ലൈൻഡ് മതത്തെ അങ്ങോട്ട് തലയിൽ അടിച്ചു കേൾപ്പിക്കും. ഈ തരത്തിലൊക്കെ പലരിൽ നിന്നും കേൾക്കുന്നത്, കാണുന്നത്, സ്പർശിച്ചറിയുന്നത്, അല്ലെങ്കിൽ പുകയിലൂടെയോ ലഹരിയിലൂടെയോ അല്ലെങ്കിൽ വല്ല ലഹരി പദാർത്ഥം കഴിച്ചോ, ഇങ്ങനെയൊക്കെ ചില തരത്തിലുള്ള സുഖങ്ങൾ നമ്മൾ പുറത്തുനിന്ന് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുളയിലേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനോടുള്ള തീവ്രമായ ഇഷ്ടങ്ങൾ മനസ്സിൽ രൂപപ്പെട്ടാൽ, ബുദ്ധിയിൽ അടിമത്വം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിത്വം ജീവിതം തകർത്തു. ഇത് വളരെ സത്യമല്ലേ ഞാൻ പറയണത്? നോക്കൂ, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, അട്രാക്ഷൻ, അറ്റാച്ച്മെൻറ്റ് ആൻഡ് അഡിക്ഷൻ. ക്രൈവായിട്ട് മനുഷ്യൻ അങ്ങോട്ട് അതിൽ തകർന്നു പോകും ജീവിതം. അപ്പം അതുകൊണ്ട് ആകർഷണം, ആസക്തി, അടിമത്വം മറക്കരുത് ഈ വാക്കുകൾ. ഇന്ദ്രിയങ്ങളിൽ ആകർഷണം വരും, മനസ്സിലത് വീണ്ടും വീണ്ടും അനുഭവിക്കണം, കാണണം, കേൾക്കണം എന്നുള്ള ആസക്തി വരും, അവസാനം ബുദ്ധിയുടെ അടിമത്വം വരും. ഈ അടിമത്വം വന്നു കഴിഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട് ടു കം ഔട്ട്. പലർക്കും ജീവിതം അവിടം കൊണ്ട് തകർന്നു. അങ്ങനെയാണ് പലരും കുടുംബജീവിതം തകർക്കുക. കുടുംബജീവിതം തകർന്നു പോകുന്നതിൻ്റെ ഒരു കാരണം കൂടി അതാണ്. ഒരു കുടുംബജീവിതത്തിൽ ഞാൻ അറിയുന്നൊരു ഫാമിലിയിലാണ്. പയ്യൻ IT കഴിഞ്ഞ പയ്യൻ, അവനിങ്ങനെ ഈ വീഡിയോ ഗെയിംസിൽ അഡിക്ഷൻ. അവസാനം അവന് കുടുംബകാര്യങ്ങളൊന്നും അവന് ശ്രദ്ധയില്ല. അവൻ വീട്ടിലെത്തിക്കഴിഞ്ഞ ജോലി കഴിഞ്ഞാൽ വീഡിയോ ഗെയിംസാണ്. ഈ പയ്യനെ എന്നിട്ട് അവസാനം കുറേ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി അങ്ങനെയാണ് അവനെ ആ ഒരു ലോകത്ത് നിന്ന് പുറത്തെടുത്ത് കൊണ്ടുവന്ന് പിന്നെ വേറെ ചാനലൈസ് ചെയ്തു. രക്ഷപ്പെട്ടു ആ പയ്യനും. ആലോചിച്ചൊക്കെ എത്ര പണവും എത്ര സമയം ആ പെൺകുട്ടി, കല്യാണം കഴിഞ്ഞ പെൺകുട്ടി അനുഭവിക്കാത്ത കണ്ണുനീരില്ല. പറയുമ്പോൾ രണ്ടുപേരും MTechും MBA ഒക്കെ കഴിഞ്ഞ കുട്ടികളാണ്. ഞാൻ പറയുന്നത് അവരും കൂടെ കാണുന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ പറയുമ്പോഴേ മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതം നോക്കൂ. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം രക്ഷപ്പെടില്ല എന്നുള്ളത് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് രക്ഷിതാക്കളോട് പറയാനുള്ളത്, ആത്മീയത എന്ന് പറയുന്നത് കുട്ടികളെ എന്തോ നിങ്ങൾ അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിയിക്കലോ നാമജപിക്കലോ അല്ല. നമുക്ക് അവരുടെ എനർജി ചാനലൈസ് ചെയ്യാൻ പറ്റണം, റീചാനൽ ചെയ്യാൻ പറ്റണം. കാരണം നാളെ അവരുടെ മുന്നിൽ അവരുടെ കൂട്ടുകാർ പല വിഭവങ്ങളും അവതരിപ്പിക്കും. ഗെയിമായിരിക്കാം, പ്രോൺ വീഡിയോസ് ആയിരിക്കാം, ലഹരിയായിരിക്കാം, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള പ്രേമം, ജിഹാദ് പോലുള്ള പ്രശ്നങ്ങളായിരിക്കാം, രാഷ്ട്രീയമായിരിക്കാം, പലതുമായിരിക്കാം. ഇത്തരം കാര്യങ്ങളിൽ ഇടപഴകുമ്പോൾ ഒരു തിരിച്ചറിവ്, താൻ എങ്ങോട്ടാണ് പോകുന്നത്, തൻ്റെ ജീവിതം മുന്നോട്ടാണോ പോകുന്നത്, ആ തിരിച്ചറിവ് അവർക്കുണ്ടാവണമെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ അവർക്ക് ക്ലിയറായ ഡിസിഷൻ എടുക്കാൻ പറ്റണം. പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഡിസിഷൻ പവർ അവരവർക്ക് പറ്റാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രേരണ അവരെ സ്വാധീനിക്കും. ദുർബലർക്ക് ദുർബലരെ സ്വാധീനിക്കാൻ പറ്റും. ഒരു മാരീചനെ രാവണൻ സ്വാധീനിച്ചപ്പോൾ മാരീചൻ അറിയില്ലായിരുന്നു ഇത് തൻ്റെ അവസാനത്തെ ഒരു യാത്രയാണെന്ന്, തൻ്റെ അന്ത്യയാത്രയാണെന്ന്, അന്ത്യത്തിലേക്കുള്ള യാത്രയാണ്. മാരീചൻ്റെ ജീവിതം തകർത്ത യാത്ര. ഇങ്ങനെ നാം പലരുടെയും സ്വാധീനത്തിൽപ്പെടുന്ന സമയത്ത് ആ സ്വാധീനത്തിൽപ്പെടാത്ത വിധത്തിൽ നമ്മുടെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും നമുക്ക് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു ചാനലിലൂടെ പോകാൻ അറിയണം. നിങ്ങൾക്കറിയാം വാട്ടർഫാളുകൾ. ഞാൻ ആതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ അടുത്ത് താമസിക്കുന്നത്. ആ വാട്ടർഫാളിൽ നിന്ന് വരുന്ന വെള്ളം, എത്രയാണ് വെള്ളം, നമ്മൾ ആ വാട്ടർഫാൾ കണ്ട് ആസ്വദിക്കും. എന്തൊരു ഗംഭീരം. പക്ഷെ എത്ര വെള്ളമാണ് ഇങ്ങനെ താഴോട്ട് വീഴുന്നത്. ഈ വെള്ളം കെട്ടി നിർത്തി അതിനെ ഒരു സ്ഥലത്ത് ബ്ലോക്ക് ചെയ്ത് അതിനെ വീണ്ടും ഒരു ചെറിയൊരു ചാട്ടം ചാടിച്ച് അതിൽ നിന്ന് ഇലക്ട്രിക് പവർ എടുക്കുന്നു. വലിയ ടെർബുലേറ്റർ കറക്കിക്കൊണ്ട് പവർ എടുക്കുന്നു. അതേപോലെ ഈ വെള്ളം ചാനലൈസ് ചെയ്ത് അതിനെ കൃഷിക്ക് ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ അതിനെ പല കനാലുകളുണ്ടാക്കി കനാലുകളിലൂടെയൊക്കെ കൊണ്ടുപോയി കൃഷിക്ക് ഉപയോഗിക്കുന്നു.
അപ്പോൾ നമുക്ക് ആ വെള്ളം, നമ്മൾ കാണുന്ന വെള്ളം, ചാട്ടത്തിൻ്റെ ആസ്വദിക്കുന്ന വെള്ളം, പക്ഷെ അതിൻ്റെ യഥാർത്ഥ ഭംഗി എന്ന് പറയുന്നത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇലക്ട്രിക് പവറും, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇലക്ട്രിക് പവറും, അത് ഉപയോഗിച്ചുള്ള കൃഷി കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ കാണുന്ന വെള്ളച്ചാട്ടത്തിലെ വെള്ളം അതങ്ങനെ ഒഴുകി കടലിലേക്ക് പോകുന്നുവെങ്കിൽ പിന്നെന്ത് ആസ്വാദനമാണുള്ളത്? അത് നമുക്ക് കാഴ്ചയ്ക്കുള്ളൊരു ആസ്വാദനം മാത്രം. ഇതുപോലെ ഈ വിഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലിരിക്കട്ടെ. നമുക്ക് കണ്ണ് കെട്ടി ജീവിക്കാൻ പറ്റില്ല, കണ്ണ് തുറന്ന് ജീവിക്കുക തന്നെ വേണം. പക്ഷേ നമ്മുടെ മനസ്സിനെ ഒരാൾക്കും അടിമയാക്കാൻ, തകർക്കാൻ, തളർത്താൻ സാധിക്കരുത്. ഇന്ന് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് സ്വാതന്ത്ര്യം. സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞുള്ള പലതും. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം. അതുകൊണ്ടോ കുട്ടികളുടെ കാര്യത്തിൽ അധ്യാപകരൊന്നും അമിതമായി ഇടപെടരുത്. ഒരു കുട്ടിയെ പിടിച്ച് ഒരു 10-15 പ്രാവശ്യം ഏത്തടിച്ചാൽ ആ അധ്യാപകൻ്റെ കാര്യം പോക്കാണ്. കുട്ടിയെ ശാസിച്ചാൽ അധ്യാപകൻ്റെ കാര്യം പോക്കാണ്. പണ്ടൊക്കെ ആണെങ്കിൽ അധ്യാപകർ സ്വന്തം അച്ഛനന്മാരെക്കാളും സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം കുട്ടികളുടെ ഓരോ ചീത്ത പ്രവൃത്തിയും അപ്പോൾ തന്നെ അടിക്കാനും അവരുപദേശിക്കാനും അവർക്ക് സാധിക്കുക. അതുകൊണ്ടായിരിക്കും ഒരു തലമുറ അങ്ങനെ വഴിതെറ്റാതെ പോയത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നും ശാസന ഇല്ലാത്തത് കൊണ്ടും ഇന്ന് നോക്കൂ, അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളൊക്കെ താളം തെറ്റി. ഇന്നിപ്പോൾ സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഈ കാര്യത്തിൽ വ്യക്തത വേണം. ഇവിടെ യുവതീ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഗീത നിങ്ങൾ പഠിച്ചാൽ തകരാത്തൊരു ജീവിതം കിട്ടും. ഈ ശ്ലോകം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടതുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് കൂടുതൽ വിശദീകരിക്കണം. അടുത്ത ക്ലാസ്സും നിങ്ങൾ കേൾക്കാതിരിക്കരുത്. കാരണം ഇതിൻ്റെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ പറഞ്ഞ് പൂർണ്ണമാക്കേണ്ടതുണ്ട്. ഈ ഒരു ഭാഗം ഇവിടം കൊണ്ട് തീരുന്നില്ല. കാരണം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവണം. എങ്ങനെ നമുക്കൊന്നിനോടും അടിമപ്പെടാതെ, എങ്ങനെ നമുക്ക് ഒരു അനുഭവത്താലും തകരാതെ മുന്നോട്ട് പോകാൻ സാധിക്കും, നമ്മുടെ കുട്ടികളെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും, എങ്ങനെ നമ്മുടെ എനർജിയെ ചാനലൈസ് ചെയ്യാൻ സാധിക്കും എന്ന് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പം അടുത്ത ക്ലാസ്സിൽ അത് വിശദമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം, ഹരി ഓം.